ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന് കേട്ടു. അതെന്താണത്? ഇന്നത്തെ നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നുമില്ല. കാരണം അത് ഹിന്ദുക്കളെ ബാധിക്കുന്ന വിഷയമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയങ്ങളിലൊന്നാണ്, ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി ക്ഷേത്രം, അല്ലേ? തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു, ഭഗവാന് നേദിക്കുന്ന ലഡുവാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. ആ ലഡു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ആളുകൾ തിരുപ്പതി ഭഗവാന്റെ ലഡു വാങ്ങിക്കൊണ്ട് പോകും. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം NDA സർക്കാരിൻ്റെ 100 ദിനങ്ങൾ പൂർത്തീകരിക്കുന്ന യോഗത്തിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഞെട്ടിക്കേണ്ടതാണ്. മുൻപ് അവിടെ ഭരിച്ചിരുന്ന ജഗൻമോഹൻ്റെ സർക്കാർ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് മൃഗക്കൊഴുപ്പാണ്. വലിയ ഞെട്ടിപ്പിക്കുന്നൊരു സാധനമുള്ളത്. പക്ഷെ അത് നമ്മുടെ പത്രങ്ങളിലൊന്നുമില്ല, നമ്മുടെ ചാനലുകളിലും വരത്തില്ല. ആന്ധ്രയിലെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞതാണ്, മുൻ സർക്കാർ തിരുപ്പതി മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമായ ലഡു നിർമ്മാണത്തിന് നെയ്ക്ക് പകരം മൃഗങ്ങളുടെ കൊഴുപ്പ്. ആലോചിക്കണം, ക്ഷേത്രത്തിൽ സസ്യാഹാരം കഴിച്ച ആളുകൾ മാത്രമേ ക്ഷേത്രത്തിൽ പോലും കയറാവുള്ളൂ. ക്ഷേത്രത്തിൽ മൃഗങ്ങളെ, പശുവിനെ കൊന്നതാവാം, കാളയെ കൊന്നതാവാം, പന്നിയെ കൊന്നതാവാം, ഇതിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് തിരുപ്പതി ലഡു ഉണ്ടാക്കി. എന്നിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ എത്ര ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്? ജനങ്ങളെ കബളിപ്പിക്കൽ മാത്രമല്ലോ, അതാണ് ഇതിനകത്തെ പ്രശ്നം. നമ്മൾ ഓർക്കും വെറുതെ ആളുകളെ പറ്റിച്ചു, ഇത് ഹൈജീനിക്ക്, മൃഗത്തിൻ്റെ കൊഴുപ്പ് ചേർത്താലും ആരോഗ്യപരമായ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ശിപ്പായി ലഹള എന്ന് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായി, അല്ലേ? ആദ്യത്തെ അത് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന അന്ന് 303 റൈഫിളാണ്. ഈ റൈഫിൾ വലിച്ചു വെക്കണം, അതിനകത്ത് ഈ ബുള്ളറ്റുകൾ, തോക്കിന് ബുള്ളറ്റുകൾ അനായാസം പോകാൻ വേണ്ടി എണ്ണ ഇടും. അതിന് ഹിന്ദുക്കളായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇടുന്ന എണ്ണ ഇടുന്നത് അത് കടിച്ചൊക്കെ വലിക്കണം. അതിനകത്ത് പശുവിൻ്റെ നെയ്യല്ല, കൊഴുപ്പ്. നെയ്യ് വേറെ, ഇത് വെട്ടിയിട്ട് അതിൻ്റെ മാംസത്തിൽ നിന്നെടുക്കുന്ന കൊഴുപ്പില്ലേ, ആ നെയ്യ്. അല്ലാതെ പാലിൽ നിന്ന് കറന്നെടുക്കുന്ന എന്താ, കറന്നല്ലോ, കടഞ്ഞെടുക്കുന്ന നെയ്യല്ല, കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ്. അതിന് നെയ്യ് എന്നൊക്കെ വിളിക്കും, പക്ഷെ അത് നെയ്യല്ലല്ലോ. ആ മൃഗക്കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുക്കളോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇതിനകത്ത് പന്നിയുടെ നെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു. അതിൻ്റെ പേരിലാണ് ഈ പട്ടാളക്കാർ കലാപം തുടങ്ങിയത്. ശിപ്പായി ലഹള എന്ന പേര്, അത് പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായി മാറി എന്നൊക്കെയാണ് ചരിത്രം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്ന് പറയുന്ന പോലെ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ദൈവസന്നിധിയിലേക്ക് പശുവിനെ കൊന്ന പശുവിൻ്റെ കൊഴുപ്പ് അല്ലെങ്കിൽ പന്നിയുടെ കൊഴുപ്പെത്തുക. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ അശുദ്ധിയായ ഒരാൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ പോലും ദൈവ ചൈതന്യത്തിന് കോട്ടം ഉണ്ടാവുമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഭഗവാന് നേദിക്കുന്ന ലഡു മൃഗങ്ങളുടെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ നിന്ദിക്കുകയും ഭഗവാന്റെ ചൈതന്യം കെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് സംസ്ഥാന സർക്കാർ, ജഗൻമോഹൻ്റെ സർക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഞെട്ടിക്കുന്നത്. ജഗൻമോഹൻ്റെ സർക്കാർ ആയതുകൊണ്ടല്ല, ഒരു സംസ്ഥാന സർക്കാർ ചെയ്തു. കാരണം നേരത്തെ നമ്മുടെ മിൽമ പോലെ, കർണാടകയുടെ നന്ദിനി ഉണ്ടല്ലോ, മിൽമ പോലെ നന്ദിനി മിൽക്ക്, നന്ദിനിയിൽ നിന്നുള്ള പാലും വെണ്ണയും നെയ്യുമൊക്കെയാണ് തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നത്. തിരുമല ദേവസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് കരാർ. പക്ഷേ എന്ത് ചെയ്തെന്നറിയോ, ജഗൻമോഹൻ്റെ സർക്കാർ അത് കട്ട് ചെയ്തിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തി. ആ സ്വകാര്യ കമ്പനി ആരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ആളുകൾ ഊഹിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ ചില ആളുടെയൊക്കെ പേര് പറഞ്ഞ് അസ്വസ്ഥത ഉണ്ടാക്കുന്നുള്ള പരാതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ആളുകൾക്ക് മനസ്സിലാവും. ഏതായാലും സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. ഈ സ്വകാര്യ കമ്പനി നെയ്ക്ക് വരും, നെയ്യുടെ വിലയും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭമുണ്ട്. അവർ ഇതെത്തിച്ചു. ഇതാര് കൊടുത്തു എന്ന് ആലോചിക്കണം, ജഗൻ. അപ്പോൾ പ്രേക്ഷകർക്ക് തോന്നും, ജഗൻ അയാൾ ഹിന്ദു അല്ലേ, അയാളൊക്കെ അങ്ങനെ ചെയ്യുമോ, ഇത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ചന്ദ്രബാബു നായിഡു പറയുന്നതാണെന്ന് തോന്നും. അങ്ങനെയല്ല. ജഗൻ ആരാന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ജഗൻ ഒന്നാം തരം ഇവാഞ്ചലിസ്റ്റാണ്. ആന്ധ്രയിലെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വിമാനവളത്തിൽ മരിച്ചു പോയല്ലോ, റെഡ്ഡി. അയാൾ ആരാ? ക്രിസ്ത്യാനിയാ. ഇപ്പോൾ റെഡ്ഡി ഇതൊക്കെ പേരുള്ള ആന്ധ്രയിലെ പല ആളുകളും ക്രൈസ്തവരാണ്. മതം മാറിയ ഹിന്ദുക്കൾ ആണ് ഇപ്പോഴത്തെ പല ഈ ജഗൻ എന്നൊക്കെയുള്ള പേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാന്തരം ഇവാഞ്ചലിസ്റ്റുകളാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഹിന്ദു എന്ന് തോന്നും. ഇത് എല്ലാവർക്കും അറിയാം. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിൽ ക്രൈസ്തവ സഭകളുടെ മതം മാറ്റ പ്രവർത്തനം വളരെ വിജയകരമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് ഹിന്ദു കുടുംബങ്ങൾ, റെഡ്ഡി സമുദായത്തിൽ നിന്നൊക്കെ പെടുന്ന ആളുകൾ മതം മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ കരുതുമ്പോൾ ഇവരൊക്കെ
ഹിന്ദുക്കളാണ്. ഇവർക്ക് പേര് ഇതുകൊണ്ട് ചന്ദ്രശേഖര റെഡ്ഡി എന്നൊക്കെ ഉള്ള, ജഗൻമോഹൻ റെഡ്ഡി എന്നൊക്കെ ഉള്ള പേരുള്ളതുകൊണ്ട് ഹിന്ദു ആണെന്ന് കരുതി ഇവർ നമ്മുടെ ക്ഷേത്രങ്ങളെയൊക്കെ പരിപാവനമായി കരുതുമെന്ന് കരുതും. അങ്ങനെയല്ല, ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മുടെ ക്ഷേത്രങ്ങൾ തകരണമെന്ന് തന്നെയാണ്, ദേവചൈതന്യം ഇല്ലാതാവണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ ഏജൻസിയായ നന്ദിനി ഉണ്ടാക്കുന്ന, സർക്കാർ ഏജൻസി വിതരണം ചെയ്യുന്ന നെയ്യും പാലും സപ്ലൈ ചെയ്യുന്നത് കട്ട് ചെയ്ത് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ കരാർ കൊടുത്ത് അയാളെ കൊണ്ട് മൃഗക്കൊഴുപ്പ് കൊണ്ട് ഭഗവാന് നേദ്യം കുടിപ്പിച്ചു 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ ഞെട്ടലാണ്. എത്രയേറെ ഈ മാംസാഹാരം കഴിക്കാത്ത എത്ര ആളുകൾ ഈ ലഡ്ഡു കഴിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഈ 5 വർഷക്കാലവും ഭഗവാന് കൊടുത്തത് മൃഗമാംസത്തിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് ചേർത്ത ലഡ്ഡുവാണ് ഭഗവാന് നേദിച്ചെന്ന് പറയുമ്പോൾ ആ ശ്രീകോവിലിനുള്ളിൽ അല്ലേ അശുദ്ധിയാണ്. നിരന്തരം എല്ലാ ദിവസവും ഇത് അവിടെ കൊണ്ട് നേദിക്കുകയാണ്. ഇത് അവിടെ എത്തിയെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ ഒരു ദൈവത്തിനെതിരായി ചെയ്യുന്ന, ദൈവചൈതന്യത്തെ ചോർത്തിക്കളയാൻ ചെയ്യുന്ന വേറെന്താ ഉള്ളത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചന്ദനത്തിരിയൊക്കെ മേടിക്കും. ചന്ദനത്തിരിയുടെ പേര് നോക്കിയാൽ അറിയാം. അതിന് ചില പേര് തന്നെ വ്യക്തമായി വളരെ ധൈര്യത്തോടെ ചന്ദനത്തിരി ഉണ്ടാക്കിയിട്ട് അഹിന്ദു നാമധേയങ്ങൾ വെക്കുന്ന കമ്പനികൾ വരെ ഉണ്ട്. നമ്മളതൊക്കെ മേടിച്ചു വെക്കും. നമുക്ക് ജാതി മതമൊന്നുമില്ലല്ലോ. അമ്പലത്തിൽ മേടിക്കാൻ കൊടുക്കുന്ന ചന്ദനത്തിരി എങ്ങനെ ചാണകവറളി എടുത്ത് വിശുദ്ധമായി ഉണ്ടാക്കുന്നതാണ് ചന്ദനത്തിരി. അതല്ലാതെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇനി മനുഷ്യ വിസർജ്യം കൊണ്ട് ഉണക്കിയെടുത്ത് ഉണ്ടാക്കിയാൽ പോലും പാക്ക് ചെയ്ത് സുഗന്ധം അടിച്ച് വിട്ടാൽ നമ്മൾ മേടിച്ച് അമ്പലത്തിൽ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ വാങ്ങി ഭഗവാന് നേദിക്കാൻ അമ്പലത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ എണ്ണയുടെ കാര്യം, ഇപ്പോൾ എറണാകുളം നഗരത്തിൽ തന്നെ ആലുവയിൽ ഒരു സ്ഥാപനമുണ്ട്. നമ്മുടെ നഗരത്തിലെ എറണാകുളം സിറ്റിയിലെയും എറണാകുളം ജില്ലയിലെയും പല സ്ഥലത്തെയും ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ, വേസ്റ്റ് എണ്ണ മേടിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചിക്കനും ബീഫും ഒക്കെ വറക്കുന്ന എണ്ണ ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പ്യൂരിഫൈ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ വീണ ജോർജിൻ്റെ പരസ്യം ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെതായിട്ട് ചാനലുകളിൽ വരുന്നുണ്ട്. അതായത് എണ്ണ വീണ്ടും ഉപയോഗിക്കരുത്, അത് വിഷവസ്തുവാണ്, ആ എണ്ണ നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കൂ, സർക്കാർ അതിന് പൈസ തരാം. അത് സർക്കാർ നശിപ്പിക്കാനോ അല്ലെ പ്യൂരിഫൈ ചെയ്യാനായിരിക്കും. പക്ഷേ ഈ പ്യൂരിഫൈ ചെയ്യുന്ന എണ്ണ എവിടേക്ക് പോകുന്നു? ആലുവയിലൊരു സ്ഥാപനമുണ്ട്. ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന്, തട്ടുകടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുള്ള കരിഞ്ഞെണ്ണ, മാംസം ഉണ്ടാക്കിയ എണ്ണ ആലുവയിലെ ഈ സ്ഥാപനം പ്യൂരിഫൈ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കരി മാറ്റും. കരി മാറ്റിയിട്ട് വിളക്കെണ്ണ എന്ന പേരിലെത്തും. ഇപ്പോൾ നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ മേടിക്കുന്നതെന്നറിയോ? ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ക്ഷേത്രങ്ങളിൽ മേടിക്കുന്നത് വിളക്കെണ്ണയാണോ നല്ലെണ്ണയാണോ നോക്കണം. വിളക്കെണ്ണ എന്ന് പറയുന്ന സാധനം മിക്കവാറും എല്ലാം വരുന്നത് ഈ പറഞ്ഞതുപോലെ ഹോട്ടലിൽ വറുത്തതും പൊരിച്ചതും ഉപയോഗിച്ച് കഴിഞ്ഞും വേസ്റ്റായ എണ്ണ ഒന്ന് അരിച്ചെടുത്ത് വിളക്കെണ്ണ എന്നുള്ള പാക്കിൽ ഒരു സുബ്രഹ്മണ്യൻ്റെയോ ഒരു അയ്യപ്പൻ്റെയോ പടം വെച്ച പാട്ടയ്ക്കകത്താക്കി വിൽക്കുകയാണ്. ഇതിനും വില കുറവാണ്. ഇങ്ങനെ ഇറച്ചി പൊരിച്ച എണ്ണ നിങ്ങൾ ഭഗവാന് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 7 തലമുറ കുടുംബം നശിച്ചു പോകും. അല്ലേ? തീർച്ചയായും. ഇത് നമ്മൾ അറിയുന്നില്ല, ഭക്തരറിയുന്നില്ല. ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ബ്രാൻഡുകൾ മേടിക്കുക. അറിയാവുന്ന ബ്രാൻഡ്, ഞാൻ മേടിക്കുന്ന ബ്രാൻഡ് എനിക്ക് പറയും, ഇത് പരസ്യമൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ മേടിക്കുന്നത് എനിക്ക് 100% ഉറപ്പുള്ള ഒരു വിളക്കെണ്ണയാണ് ഞാൻ മേടിക്കുന്നത്. വിളക്കെണ്ണയാണ് നല്ലെണ്ണ എൻ്റെ വീട്ടിൽ മേടിക്കുന്നത്. അത് ഞാൻ ക്ഷേത്രത്തിൽ എൻ്റെ ഭാര്യ പോകുമ്പോൾ കൊടുക്കുന്നു, ആ നല്ലെണ്ണ കൊടുക്കത്തുള്ളൂ. അതിൻ്റെ പേര് RG നല്ലെണ്ണ എന്നാണ്. കാരണം അത് എവിടെ ഉണ്ടാക്കുന്നു, ആരുണ്ടാക്കുന്നു എന്ന് കൃത്യമായിട്ടറിയാം. ബാക്കിയുള്ള പല സാധനങ്ങളും ഈ നമ്മുടെ എറണാകുളത്ത് തിരുവേനി പായസം വെക്കുന്നത് ആരാന്നറിയോ? ഗൂഗിൾ പേ അടിച്ച് നോക്കുമ്പോൾ അറിയാം. എന്ന് പറയുന്ന പോലെ ക്ഷേത്രങ്ങളിലെയും നമ്മുടെ പൂജയുടെ ആവശ്യത്തിനും വേണ്ടി മാർക്കറ്റിലെത്തുന്ന 99% നല്ലെണ്ണകളും ഉണ്ടാക്കുന്നത് ഈ ക്ഷേത്ര വിശ്വാസം തകരണമെന്നുള്ള വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുന്ന ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന സാധനം, ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പൂവ് വിശുദ്ധമായ പുഷ്പങ്ങളായിരിക്കണം. അല്ലേ? അതെ അതെ. നമ്മൾ വിശുദ്ധിയോടെ പറിച്ചെടുത്ത്, പക്ഷേ വഴിയരികിലൊക്കെ നിൽക്കുന്ന പൂ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വഴിയരികിൽ നിൽക്കുന്ന പൂക്കൾ പറിക്കുമ്പോൾ ആലോചിക്കണം, വഴിയെ പോകുന്നവർ അതിൽ തുപ്പാം, അതിൻ്റെ ചോട്ടിൽ മൂത്രമൊഴിക്കാം. ഇതെല്ലാം വാങ്ങി ഭഗവാനെ നേദിച്ചാൽ നിങ്ങളും നശിക്കും, ഭഗവാന്റെ ചൈതന്യവും പോകും. ഭഗവാന്റെ ചൈതന്യം പോകാൻ കാരണം നിങ്ങളായതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിൽ ഏറ്റവും വിശുദ്ധമായി പരിശുദ്ധമായി ചെയ്യണം. നമ്മൾ അവിടെ കൊടുക്കുന്ന വസ്തുക്കൾ ഏറ്റവും വിശുദ്ധമായതായിരിക്കണം. അനർഹമായ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ആന്ധ്രയിൽ നടന്നത് ഹിന്ദുക്കൾക്കെതിരായ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഭഗവാനാണ് തിരുപ്പതി വെങ്കടേശൻ. അല്ലേ? ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടാണ് അവിടെ സമ്പത്ത് വരുന്നത്. പല ആളുകളും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നത് തിരുപ്പതി ബാലാജിയുടെ പടം വെച്ചിട്ട് ഭഗവാനെ പാർട്ട്ണറാക്കിയിട്ടാണ് കച്ചവടം നടത്തുന്നത്. എനിക്ക്
ഞാനും പാർട്ട്ണർ, ഭഗവാനും പാർട്ട്ണർ. ഇന്നത്തെ ലാഭം 5000 രൂപയാണ്, പകുതി പൈസ ഭഗവാനാണ് ലാഭവിഹിതം. ഇങ്ങനെയാണ് ആന്ധ്രാക്കാർ കച്ചവടം നടത്തുന്നത്. ആ പണം മുഴുവൻ കൊണ്ടുപോയി കോടിക്കണക്കിന് ഉറുപ്പിക ഭഗവാന് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഓരോ നിമിഷവും സമ്പന്നനായിക്കൊണ്ടിരിക്കുക. ആ ഭഗവാന്റെ പണം ഉപയോഗിച്ച് തിരുപ്പതി തിരുമല ദേവസ്ഥാനം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്ത് ജഗൻ്റെ കാലത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന റെഡ്ഡി ഭരണകാലത്ത് എന്താ ചെയ്തിരുന്നറിയോ? ഈ പറഞ്ഞതുപോലെ മതം മാറിയ ഇവാഞ്ചലിസ്റ്റുകളായ, പേര് കേട്ടാൽ ഹിന്ദുക്കളാന്ന് പറയുന്ന ആളുകളെ അതിൻ്റെ ഭാരവാഹികളാക്കി വെച്ചുകൊണ്ട് അവർ പണമടിച്ചു മാറ്റുക മാത്രമല്ല, ആസൂത്രിതമായി അവർക്ക് ഏതായാലും ക്രിസ്ത്യാനി ആവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ആവട്ടെ അവർക്ക് ഹിന്ദുമത വിശ്വാസത്തോട് അത് പരിപോഷിപ്പിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. അത് നശിച്ചു കിട്ടിയാൽ കൊള്ളാം, അത് അഹിതമാണ് എന്ന് കരുതുന്ന വിശ്വാസ പ്രമാണമുള്ള ആളുകൾ ദേവസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അതാണ് അവിടെ സംഭവിച്ചത്. ഏതായാലും ചന്ദ്രബാബു നായിഡു പറഞ്ഞ ഈ വസ്തുത നമ്മുടെ വീട്ടിൽ വരുന്ന പത്രങ്ങളിൽ ഇന്നില്ലാത്തത്, നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന ചാനലുകളിൽ ഇന്നില്ലാത്തത് എന്തുകൊണ്ടെന്ന് കൂടി വായനക്കാരും അല്ല പ്രേക്ഷകരും ഒന്ന് ആലോചിക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. ഏതായാലും തിരുപ്പതിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 29-ാം തീയതി BJP സർക്കാർ, NDA സർക്കാർ, ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ നിലവിലുള്ള സ്വകാര്യ വ്യക്തിയുടെ കരാർ റദ്ദാക്കി 29-ാം തീയതി വീണ്ടും കർണാടക സഹകരണ സ്ഥാപനമായ നന്ദിനിക്ക് കരാർ കൊടുത്തു. ഇനി ഭഗവാന് നേദിക്കുന്നത് ശുദ്ധമായ പശുവിൻ പാലായിരിക്കും, നെയ്യായിരിക്കും. അവിടെ വേണ്ട ശുദ്ധികർമ്മങ്ങളും നടത്തുമെന്ന് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും BJP സർക്കാർ വന്നതുകൊണ്ട് ആന്ധ്രയിലെ തിരുപ്പതി ഭഗവാൻ വരെ രക്ഷപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് അതായത് BJP ഭരണത്തിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ BJP വിരുദ്ധർ അധികാരത്തിൽ വന്ന മനുഷ്യർക്ക് മാത്രമല്ല ഈശ്വരന്മാർക്ക് പോലും രക്ഷയില്ല. ഈശ്വര ചൈതന്യം പോലും നശിപ്പിക്കും. ഈശ്വര ചൈതന്യം നശിപ്പിക്കുക എന്നുള്ളത് ഹിന്ദുക്കളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ്. എങ്കിലേ രാജ്യത്തെ ശിഥിലമാക്കാനും രാജ്യത്ത് 2047 ഒരു ഖിലാഫത്ത് ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. ഏതായാലും ചന്ദ്രബാബു നായിഡുവിനെ അധികാരത്തിലെത്തിച്ച ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. അല്ലേ സിനു? തിരുപ്പതി ലഡു ഇനി നമുക്ക് സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ഭക്തിയോടെ കഴിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.